പ്രസാദ ഈ വണ്ടി എടുത്തോ. ഇതെല്ലാ സാധനവും കയറ്റിയില്ലേ നമ്മള് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഓട്ടോയിൽ എല്ലാ സാധനങ്ങളും കയറ്റി അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോകും. ഓക്കെ താങ്ക്സ് സാറേ. സാറേ പോയിക്കോട്ടേപ്പാ. ഓക്കെ ഏട്ടാ, ഇത് സാറന്മാരാണ്. നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക്സ് ഏട്ടാ. ഓക്കെ ഓക്കെ. ഇല്ല എല്ലാം ഓക്കെ, എല്ലാ സാധനവും സേഫാണ് കേട്ടോ. ഉണ്ടല്ലോ അല്ലേ? എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് ആയ ആ സമയം മുതൽ ഇവിടെ ഒരാളെ ഈ സാറാണ് ഇവിടെ നിന്നിരുന്നത് വെച്ചാൽ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടാ. ഓക്കെ കാണാം കേട്ടാ. ഓക്കെ സാർ കേട്ടാ. ഓക്കെ സാർ. ഓക്കെ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. നിങ്ങളെല്ലാം ന്യൂസ് കണ്ടു കാണും. നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. വണ്ടി ചവിട്ടിപ്പം കിട്ടിയില്ല, നല്ല മഴയായിരുന്നു, വണ്ടി തെന്നിപ്പോയി. വലിയ സ്പീഡൊന്നുമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു 6-ാം തീയതി. അപ്പോൾ അതിന് മുമ്പ് കോയമ്പത്തൂർ ഒരു പരിപാടി ഉണ്ട്, അതിന് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഈ അപകടം ഉണ്ടായത്. അപ്പം ലിബിൻ്റെ കൈ ഒടിഞ്ഞു, അവന് ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇപ്പോൾ അവനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവനെ ICUലേക്ക് മാറ്റുന്നുണ്ട്. പപ്പയുടെ ബേക്കിലൊരു ചെറിയൊരു ഇതുണ്ട്. പപ്പ ഇപ്പം ICUവിൽ നിരീക്ഷണത്തിലാണ്. എൻ്റെ ഈ ഒരു കാലിൻ്റെ ഇത്രയും ഭാഗം അടിച്ചിട്ട് ഭയങ്കര പെയിനാണ്. അപ്പം റിപ്പോർട്ടുകളും സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെല്ലാം റൂമിലേക്ക് മാറ്റി. എന്നെ അമ്മേനെ ഒരു റൂമിലേക്ക് മാറ്റി. മൈക്കിളിന് ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റില്ല. ഗൈസ് നോക്കും, മൈക്കിളിന് ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല. ലിബി ഇതുവരെ റൂമിലേക്ക് വന്നിട്ടില്ല, പപ്പയും വന്നിട്ടില്ല. അപ്പോൾ അവർ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ജിബിക്കേനെയും പ്രതീക്ഷേട്ടനെയും ജോസ്മി സാറിനെയും എല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതായത് സമയങ്ങളെത്തി. അതുകൊണ്ട് ഭയങ്കര ഉപകാരപ്പെട്ടു. അല്ലേ പണി പാലിപ്പോയല്ലേ? കാരണം ഒന്നാമത് സംഭവം ഇങ്ങനെ ആദ്യമായിട്ടാണ് നമുക്കൊരു ആക്സിഡൻറ്റ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഫാമിലി ആയിട്ട് പോയപ്പം എന്തോ ദൈവാനുഗ്രഹം ഉണ്ട്. മമ്മിയുടെ ചുണ്ടിനാണ് പറ്റിയത്. മമ്മിക്ക് ചുണ്ടിനും പിന്നെ എവിടെയാണ് പറ്റിയത്? മമ്മിയുടെ ഒരു പല്ല് പോയിട്ടോ. മമ്മിയുടെ ഒരു പല്ലും പോയി, ചുണ്ടിനും പ്രശ്നം പറ്റി. അമ്മയുടെ ആദ്യം പ്രതീക്ഷേട്ടൻ വന്നു. പ്രതീക്ഷേട്ടൻ വന്നതിന്റെ ഒരു അരമുക്കാൽ കഴിഞ്ഞപ്പോൾ നജീബൊക്കെ വന്നു, നമ്മുടെ ഷനൂബൊക്കെ വന്നു, പ്രസാദേട്ടൻ വന്നു. പ്രസാദേട്ടനും ഷനൂബൊക്കെ വന്ന് രാത്രി ആയപ്പോഴത്തേക്കും സാർ എത്ര മണിക്ക്? 11 മണിക്ക്. സാറിനെ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ സാർ ഇറങ്ങി. ഇബിൻ ചേട്ടനും വന്നു. പിന്നെ അഭിരാമയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ എല്ലാവരും ഉള്ളത് ഇത് ഏതോ ഹോസ്പിറ്റൽ സാറേ? അൽഷിഫ പെരിന്തൽമണ്ണ. അൽഷിഫ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വണ്ടിയുടെ കാര്യം മൊത്തം തീരുമാനമായിപ്പോട്ടോ. വണ്ടിയുടെ ഒന്നുമില്ല, വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പോയി. പിന്നെ അതേപോലെ ബേക്കിലേക്കൊന്നും പറ്റില്ലോ. ഇക്കല്ലേ പോയി കണ്ടേ? പിന്നെ ഉള്ളിലേക്ക് ഒന്നുമില്ല. ആ ഇടിച്ചതിന്റെ ഷോക്കില് സംഭവിച്ചതല്ല. പിന്നെ നജീബിക്കും ഷനൂബിക്കും പ്രസാദനും പോയിട്ട് സാധനങ്ങൾ ഓരോ നിർത്തു. ഒരു സാധനം പോലും നമ്മുടെ പോയില്ല കേട്ടോ. എല്ലാ സാധനവും നമുക്ക് കിട്ടി. അവിടെ പോലീസുകാർ ഉണ്ടായിരുന്നല്ലേ? വണ്ടി അടിച്ചപ്പം പോലെ നമ്മുടെ ഇതുവരെ പോലീസുകാർ രാവിലെ മുതല് ഒരു പോലീസുകാർ നിർത്തിയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നല്ലേ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ പോലീസുകാർ സംഭവങ്ങൾ. പിന്നെ നാട്ടുകാർ ആയിരം ചെർപ്പളശ്ശേരി എവിടെയായിരുന്നു അപകടം? എവിടെയാ സാറേ? ചെർപ്പളശ്ശേരിയാണ് നമ്മുടെ വണ്ടി അപകടം നടന്നത്. അപ്പം തന്നെ അവിടുത്തെ നാട്ടുകാര് 15 മിനിറ്റുള്ളിൽ ഞങ്ങളെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ആദ്യം വേറൊരു ഹോസ്പിറ്റൽ, അത് ഏത് ഹോസ്പിറ്റൽ? ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് ആംബുലൻസ് മുഖേന സംഭവം ലിപിക്കൊക്കെ കൊടിഞ്ഞു തൂങ്ങിപ്പോയപ്പം നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടുന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും ഓരോ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത്ര ഇപ്പം പറയാൻ പറ്റുള്ളൂ. കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. എല്ലാ പ്ലാനും പദ്ധതിയും പാളി.
ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. എന്തോ ദൈവാനത്ത് മൈക്കിളിന് മാത്രം ഒന്നും പറ്റിയില്ല. കണ്ടോ പാവം കേട്ടോ. അതായത് ഇന്നാണ് സീറ്റ് ബെൽറ്റിന്റെ വില എന്നാന്നുള്ളത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി. ഫ്രണ്ടിൽ ഇരുന്ന് ഞങ്ങളും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആഘാതങ്ങൾ ഏറ്റില്ല അല്ലേ. സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ പണി വാളിപ്പോനെ. പിന്നെ ആ വണ്ടിയുടെ കട്ടി അല്ലേ സാറേ, വണ്ടി നല്ല സ്ട്രോങ് ആയിരുന്നു അല്ലേ. ആ വണ്ടിയുടെ ആ ഒരു ഇതും ആഘാതം മുഴുവൻ വണ്ടി താങ്ങി. അത്ര ഇടിയുടെ ആഘാതം മൊത്തം വണ്ടി താങ്ങി കേട്ടോ. അതൊരു ദൈവാനുഗ്രഹമായിരുന്നു. പിന്നെ ഇവരുണ്ടല്ലോ നമ്മുടെ പോലീസ്, അവര് ഒരുപാട് നജീബിക്കയും ഷനൂബിക്കയാണ് അവിടെ പോയത്. അല്ല പോലീസ് സ്റ്റേഷനിൽ പിന്നെ അവര് അവിടെ ഒരാളെ നിർത്തി തന്നു. അത് പറയാൻ മറന്നു. നജീബിക്കയും ഷനൂബിക്കയും പ്രസാദിനും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. പോലീസ് സ്റ്റേഷൻ എന്തൊക്കെ ചെയ്യാണ്ടായിരുന്നു? പോലീസ് സ്റ്റേഷൻ ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുക്കാൻ അഡ്രസ് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അഡ്രസ്സും കാര്യങ്ങളും ഞങ്ങളുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചു. കാരണം ഇത് ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് പോയതാണല്ലോ. അപ്പൊ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു എഴുതി കൊടുത്തത്. ലിബി ഇതുവരെ വന്നിട്ടില്ല. ലിബിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ലിബിനെ കയറ്റാണ് ഇപ്പൊ ICUലേക്ക് മാറ്റി. പപ്പയും വന്നില്ല. പപ്പേനെ നാളെ കൊണ്ടുവരും. ലിബിനെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഇവരും നല്ല സപ്പോർട്ടാണ്. എതിരെന്ന് പറഞ്ഞ വണ്ടിക്കാർ മെയിനായിട്ട് അപകടം പറ്റിയ സമയം മുതൽ പോലീസുകാരോട് കാവലുണ്ടായിരുന്നു. വണ്ടിയിൽ ഒരു സാധനങ്ങളൊന്നും ലാപ്ടോപ്പോ കാര്യങ്ങളൊന്നും വണ്ടിയിലെ സാധനങ്ങളല്ലേ ഇരിക്കുന്നത്. ഇത് ഫുള്ള് നമ്മുടെ വണ്ടിയിലെ സാധനങ്ങളാണ്. ഫുള്ളും ഇവിടെയൊക്കെ ആയിട്ട് വണ്ടിയിലെ ഒരു സാധനം പോയില്ലെന്നുള്ളതാണ്. നമ്മുടെ ഒറ്റ സാധനം പോലും മിസ്സായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് നാട്ടുകാര് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാമല്ലോ. കാരണം മിനിറ്റുകൾക്കുള്ളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോയത്. ഞാൻ വിചാരിച്ച എന്റെ ഇവിടുന്ന് മൊത്തം ഒടിഞ്ഞു പോയെന്നാട്ടോ. കാരണം ഞാൻ പിന്നെ ഇടി കഴിഞ്ഞവിടെ സീറ്റ് ബെൽറ്റ് ഊരി ഞാൻ താഴോട്ട് ഡോർ തുറന്ന് വീടുമായിരുന്നു. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാലിനൊരു സ്വാധീനം ഇല്ലാതെ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ ഇവിടുന്ന് പോയത്. ലിബി അപ്പോഴേ പറഞ്ഞിട്ടോടെ അവൻ്റെ കൈ വട്ടം ഒടിഞ്ഞു പോയി. പിന്നെ ലിബി കരച്ചായിരുന്നു. കാരണം ഈ എല്ല് പോയിട്ട് കുത്തുവല്ലേ അല്ലേ സാറേ. ഭയങ്കര വേദനയായിരുന്നു. കോമ്പൗണ്ട് ഫ്രാക്ചർ. അപ്പൊ അതുകൊണ്ട് എല്ലിങ്ങനെ നമ്മുടെ ദശയിലേക്ക് കൊള്ളു. അവന്റെ എന്താ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഞരമ്പിന് എല്ല് കൊണ്ടു. അപ്പൊ കൈ അതുകൊണ്ട് സർജറി ചെയ്യാൻ കാരണം അത് ഞരമ്പിന്റെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോ ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നെന്നാ പറഞ്ഞ. എങ്ങനെയാന്നുള്ളൊന്നും റിപ്പോർട്ടും സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒബ്സർവേഷനാണ്. അപ്പൻ 24 മണിക്കൂർ 24 hours ഒബ്സർവേഷനാണ്. പപ്പ പിന്നെ അവരില്ലേ നമ്മള് ആക്സിഡന്റ് നടന്ന തൊട്ടടുത്തുള്ള വീട്ടിലുള്ള അവര് ഞങ്ങള് ബാഗ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോ അവര് കുറെ ആളുകളോട് വന്നിട്ടുണ്ടാവും. അവര് വന്നിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ ഇപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. എനിക്ക് ഒന്നും ആവത്തില്ല. എന്തായാലും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ. വണ്ടി ആക്സിഡന്റ് ആയതാ. ഇത് ഫോർച്യൂണർ. യൂട്യൂബിനുണ്ട് അപ്പുറത്താ. എടുത്തൊക്കെ ഇറക്കി താഴെ ഒരു വണ്ടിയിൽ കയറ്റാ. നല്ല ഇല്ലില്ല എല്ലാം വലിയ ബാഗില്ല. എന്തായാലും നമുക്ക് ഒരു ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്കാൻ കൊണ്ടാവല്ലോ. അല്ല നല്ല ആ സൈഡിലാണ് വെച്ചത്. ഫ്രൂട്ട്സും സാധനങ്ങളൊന്നും വേണ്ട. സൈഡിലേക്ക് അങ്ങനെ ഇട്ടേക്ക്. ആ കയ്യിലേക്ക് വെച്ചോ. എല്ലാം താഴെ ഇറക്കി വെച്ചോ. നോക്കണ്ട സാറേ. ഉണ്ടാവില്ല.
അതങ്ങ് അടച്ചോ. ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ആ മറ്റേ ഇവരുടെ ഫാദറിന് തലക്കാനുള്ള ഇഞ്ചുറി, അപ്പോൾ പുള്ളീനെ ഒബ്സർവേഷനിൽ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ മറ്റേ ആ ഇളയാളുടെ കൈ ഇതായിട്ടുണ്ട്, അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്തത്. ആ കൈ ഇതായിപ്പോയി, ലെഫ്റ്റ് സൈഡ് കൈ ആകെ വെള്ളത്തിൽ പോയി. അപ്പോൾ അത് മൂത്താള് എന്താ സംഭവിച്ചതെന്ന് പുള്ളിക്ക് ഓരോ ഐഡിയ കിട്ടില്ലാന്ന് പറയണത്. എന്താ സംഭവിച്ചതെന്ന് ആ അത് ഇന്നലത്തെ അല്ലേ 3-4 ദിവസം മുമ്പുള്ള വീഡിയോയാ. അതെ അതെ അതെ. പ്രസാദ ഈ വണ്ടി എടുത്തോ, ഇതെല്ലാ സാധനവും കയറ്റിയില്ലേ നമ്മള് അല്ലേ? ഓക്കെ. ഈ ഓട്ടോയിൽ എല്ലാ സാധനങ്ങളും കയറ്റി അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോകും. ഓക്കെ താങ്ക്സ് സാറേ. സാറേ പോയിക്കോട്ടേപ്പാ. ഓക്കെ ഏട്ടാ, ഇത് സാറന്മാരാണ് നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക്സ് ഏട്ടാ. ഓക്കെ ഓക്കെ. ഇല്ല എല്ലാം ഓക്കെ, എല്ലാ സാധനവും സേഫാണ് കേട്ടോ. ആ ഉണ്ടല്ലോ അല്ലേ? എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് ആയ ആ സമയം മുതൽ ഇവിടെ ഒരാളെ ഈ സാറാണ് ഇവിടെ നിന്നിരുന്നത് വെച്ചാൽ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടാ. ഓക്കെ കാണാം കേട്ടാ. ഓക്കെ സാർ കേട്ടാ. ഓക്കെ ഓക്കെ.